Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last session, we had discussed about higher order derivatives. Higher order derivatives ne pattiyum avade oro function name or particular functions inde nth derivatives calculate cheyyunnadine patti general formula like evolve cheyyunnadine patti nammal last class il discuss cheythu. And today we are trying to discuss about a new theorem which is called the Leibniz theorem. Leibniz ennu parayunnathu mathematician proposed the theorem ആണ് Leibniz theorem, and this theorem says about the nth derivative of the product of two functions. രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റിൻ്റെ nth ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് എന്ത് തരുന്നത് Leibniz theorem നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഒരു ഫംഗ്ഷൻ ഒരു സിംഗിൾ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് എപ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാമെന്നായിരുന്നു. അറ്റ് ദ സെയിം ടൈം Leibniz theorem states about, or Leibniz theorem provides a formula for calculating the nth derivative of the product of two functions. രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റിൻ്റെ nth ഡെറിവേറ്റീവ് എപ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ആണ് എന്ത് വരുന്നത് Leibniz theorem നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തിയറം. If u and v are two functions, then the nth derivative of u into v, that is u into vn, is equal to un into v plus nc1 into un minus 1 into v1 plus nc2 into un minus 2 into v2 plus etc. The general term ncr into un minus r into vr plus etc. u vn. അപ്പോൾ ഇവിടെ u എന്തെന്ന് പറയുന്നത് nth derivative of u and v means the same function v. nc1 means combination, un minus 1 means n minus 1 derivative of u, and v1 means first derivative of v. nc2 is the combination, and un minus 2 means n minus 2th derivative of u, and v2 means the second derivative of v, and so on. ഇതിനോട് സിമിലർ ആയിട്ടൊരു തിയറം നമ്മൾ ബൈനോമിയൽ തിയറത്തിനകത്ത് ബൈനോമിയൽ എക്സ്പാൻഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോണക്ക് n-2 n-1 ഒക്കെ വരും തിയറം. ഏതായിരുന്നു അത്? ബൈനോമിയൽ തിയറം. ദാറ്റ് ഈസ് a plus b the whole raised to n is equal to എപ്രകാരമായിരുന്നു a raised to n plus nc1 into a raised to n minus 1 into b plus nc2 into a raised to n minus 2 into b square plus etc. plus b raised to n. അപ്പോൾ ഇതായിരുന്നു എന്ത് നമ്മളുടെ ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബൈനോമിയൽ തിയറത്തിനോട് സിമിലർ ആയിട്ടൊരു തിയറമാണ് എന്തെന്ന് പറയുന്നത് Leibniz theorem. ഇൻ ഫോർമാറ്റിലെങ്കിലും സിമിലാരിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരു തിയറമാണ് Leibniz theorem. അപ്പോൾ നമുക്ക് Leibniz തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കുന്നത് Leibniz തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും കൂടെ ആയിരിക്കും വിത്ത് ആൻ എക്സാമ്പിൾ. ലെസ്സർ ടൈപ്പായിട്ടായിരിക്കും നമുക്കിത് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് Leibniz theorem, ഓൾസോ പ്രൂവ് ദിസ് എക്സാമ്പിൾ എന്ന് പറയുന്ന എക്സാമ്പിൾ അവർ ചോദിക്കാറുണ്ട്. സോ അത് നമുക്ക് ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം എപ്രകാരമാണെന്ന്. Leibniz theoremത്തിന്റെ പ്രൂഫ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴിയാണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഓർ PMI ഉപയോഗിച്ചാണ് നമ്മൾ Leibniz theorem നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ആണൊരു തിയറം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഫോർ നാച്ചുറൽ നമ്പേഴ്സിനാണ്. ആൻഡ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം n=1 തിയറം ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും, n=2 തിയറം ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും, ദെൻ n=k തിയറം ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? n=k+1 നാച്ചുറൽ നമ്പറായ k+1 ഈ തിയറം ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? n=1ൻ്റെ കേസ് ഒന്ന് നോക്കാം. വാട്ട് അബൌട്ട് n=1? ഫോർ n=1 എങ്ങനെ ഒരു തിയറം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് u into v1, ദാറ്റ് മീൻസ് u into v എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ്, വിച്ച് ഈസ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു ദിസ് തിയറം ഇറ്റ് ഈസ് u1 into v plus 1c1 into u1 minus 1 into v1, that is equal to u1 into v plus 1c1 is 1 into u0 can be written as u itself
into v1 that is equal to u1 into v plus u into v1. ഞാൻ ആ ഓർഡർ ഒന്ന് റിയറേഞ്ച് ചെയ്യാണ്. വിച്ച് ഈസ് ഈക്വൽ ടു u into v1 plus u1 into v. ഞാൻ എന്തിനാ റീഅറേഞ്ച്മെന്റ് നടത്തിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് പരിചയമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് രണ്ട് ഫംഗ്ഷൻസ് യുവും വിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത പ്രോഡക്റ്റ് എടുത്തതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡെറിവേറ്റീവ് എങ്ങനെ വന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷനായ വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് എന്ന് വന്നു അല്ലേ? ദാറ്റ് ഈസ് u into v1 is equal to u into v1 plus u1 into v. That is first in the derivative of the second plus second in the derivative of the first. That means the product rule. നമുക്ക് അറിയാവുന്ന പ്രോഡക്റ്റ് റൂളാണ് ഈ കിട്ടിയിരിക്കുന്നത് അല്ലേ? രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്ന റൂളാണ് എന്ന് വിളിക്കുന്നത് പ്രോഡക്റ്റ് റൂൾ എന്ന് വിളിക്കുന്നത്. ആ പ്രോഡക്റ്റ് റൂൾ തന്നെയാണ് നമുക്ക് n is equal to 1 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത്. Therefore we can say that the theorem is true for n is equal to 1. നാച്ചുറൽ നമ്പർ ആയ 1 എന്നീ തിയറം എന്താ നമുക്ക് പറയാം? ട്രൂ ആണെന്ന് പറയാം. Therefore the theorem is true for n is equal to 1. n is equal to 1 ഈ തിയറം ട്രൂ ആണെന്ന് നമുക്ക് പറയാം. What about n is equal to 2? നെക്സ്റ്റ് നമുക്ക് n is equal to നാച്ചുറൽ നമ്പറായ 2 എന്നീ തിയറത്തിനെ പറ്റി 2 ചെയ്യുമ്പോൾ n is equal to 2 കൊടുക്കുമ്പോൾ തിയറം എങ്ങനെ മാറുമെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫോർ n is equal to 2, that is u into v2 is equal to എങ്ങനെ വരും? u2 into v plus 2c1 into u1 v1 plus 2c2 u0 that is u v2 which is equal to u2 into v plus 2c1 is 2 into 1 by 2 into 1 that is 2 u1 v1 plus 2c2 is 1 u v2. ഇവിടെ u2v അതേപടി എടുത്തെഴുതി. 2c1 എന്ന് പറഞ്ഞാൽ 2 into 1 ആണ് into u that is 2 into 1 is 2 into u1 v1 plus 2c2 is 1 and hence this 1 നമ്മൾ എഴുതുന്നില്ല u into v2. നമുക്ക് എങ്ങനെ കിട്ടി? ഇനിയാണ് ആ ഫോർമുല കിട്ടിയത് അല്ലേ? ഇനി ഇത് ശരിയാണെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? u into v1 എന്ന് പറഞ്ഞാൽ എന്താ? u into vയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? u into v2 കിട്ടും അല്ലേ? അതായത് u into 1നെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ u into v1 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച് ട്രൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റിനെ ആ റിസൾട്ടിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാൽ? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ നമുക്ക് എന്താണ്? ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n is equal to 2 എന്ന് പറയാം അല്ലേ? അങ്ങനെ നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് u into v1നെ ഞാൻ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു u into v1 എന്ന് പറഞ്ഞാൽ എന്താ? u into v1 plus u1 into v of 1 which is equal to u into v1 1 അത് സെപ്പറേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ഡെറിവേറ്റീവിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു പ്ലസ് u1 into v1 which is equal to ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് u into v1നെ ഒന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ v2 പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് പ്ലസ് സിമിലർലി അടുത്ത് വരുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു u1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ദാറ്റ് ഈസ് v ഇൻറ്റു u2 വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? u ഇൻറ്റു v2 പ്ലസ് ഇതും u1 v1 ആണ്. നെക്സ്റ്റ് ടേമും u1 v1 ആണ്. therefore 2 u1 v1 പ്ലസ് v ഇൻറ്റു u2 ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ u2 ഇൻറ്റു v പ്ലസ് 2
u1 v1 പ്ലസ് u ഇൻറ്റു v2. നമുക്ക് എന്ത് കിട്ടി? നമ്മൾക്ക് ഈ തിയറത്തിനകത്ത് നമ്മൾ ലെബൻസ് തിയറത്തിനകത്ത് n = 2 എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയത് u ഇൻറ്റു v2, ദാറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ പ്രോഡക്റ്റ് u ഇൻറ്റു v ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടിയത്? u2 ഇൻറ്റു v പ്ലസ് 2u1 v1 പ്ലസ് u v2 എന്നായിരുന്നു അല്ലേ? അപ്പോൾ അത് ട്രൂ ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു? n = 1 ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നറിയാം. അതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് എന്ത്? u ഇൻറ്റു v ഓഫ് 2 എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? u ഇൻറ്റു v2 ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? u2 ഇൻറ്റു v പ്ലസ് 2u1 v1 പ്ലസ് u v2 എന്ന് കിട്ടി. Therefore we can state that the theorem is true for n = 2. Therefore the theorem is true for n = 2. So പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് n = 1 ഫസ്റ്റ് നാച്ചുറൽ നമ്പറിനും സെക്കൻഡ് നാച്ചുറൽ നമ്പറിനും നമ്മുടെ തിയറംസ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ അസ്യൂമിങ് ദാറ്റ് ദ തിയറം ഈസ് ട്രൂ ഫോർ n = k. n = k ഏതോ ഒരു നാച്ചുറൽ നമ്പറായ kയ്ക്ക് ഈ തിയറം ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. Therefore assume that the theorem is true for n = k. n = kയ്ക്ക് ഈ തിയറം ട്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. സോ u ഇൻറ്റു v of k is equal to എന്താണ് കിട്ടുക? നമുക്ക് എന്നിൻ്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കുക? k കൊടുക്കുക. ദാറ്റ് ഈസ് uk ഇൻറ്റു v പ്ലസ് kc1 ഇൻറ്റു uk -1 ഇൻറ്റു v1 പ്ലസ് kc2 ഇൻറ്റു uk -2 ഇൻറ്റു v2 പ്ലസ് എക്സെട്ര പ്ലസ് ജനറൽ ടേമാണ്. ജനറൽ ടേം ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. ലാസ്റ്റ് ടേം ദാറ്റ് ഈസ് u ഇൻറ്റു വി കെ എന്ന് കിട്ടും അല്ലേ? Now we have to prove that the theorem is true for n = k plus 1. That is, we have to prove that the theorem is true for n = k plus 1. That is, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? That is, we have to prove that ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതാണ്. u എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതുന്നു. u ഇൻറ്റു v ഓഫ് k plus 1 is equal to എങ്ങനെ വരും അത്? u k plus 1 ഇൻറ്റു v പ്ലസ് k plus 1 c1 u k plus 1 minus 1 v1. കെയുടെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കുന്നു? k plus 1 കൊടുക്കുന്നു. Again k plus 1 c2 u k plus 1 minus 2 v2 plus etc plus u into v k plus 1. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം u ഇൻറ്റു വി കെ എന്ന് പറഞ്ഞാൽ എന്താ? kth ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു വി. ഈ u ഇൻറ്റു വി കെ ഒരു വട്ടം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് നമുക്ക് എന്ത് കിട്ടും? k plus 1 ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു വി കിട്ടും. ദാറ്റ് ഈസ് u ഇൻറ്റു വി ഓഫ് k plus 1 കിട്ടും.
ദാറ്റ് ഈസ് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ദ സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k+1 എന്ന് പറയാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സൈഡിലും അസ്യൂം ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് u ഇൻറ്റു വി കെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എഴുതാം. ഡിഫറൻഷ്യേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്താൽ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ്സിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. Therefore, the left hand side become u into v k+1 which is equal to ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇതായിട്ട് എന്ത് വേണം? ഓരോ ടേംസ് ആയിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് യു കെ ഇൻറ്റു വി 1 പ്ലസ് കെ സി 1 ഇൻറ്റു യു k-1 v1 1 പ്ലസ് kc2 into u k-2 v2 1 plus u into vk 1. This one represent differentiating one more time which is equal to ഇവിടെ നമുക്ക് രണ്ട് ടേംസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. നമുക്ക് അതാണ് എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ യു കെ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് വി ഈസ് v1 plus second function v into derivative of uk ഒന്നും കൂടെ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? uk+1 പ്ലസ് ഈ ടേമിനകത്ത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ്. ഇനി നമ്മളുടെ സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ kc1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. therefore it can be taken outside. kc1 into ഫസ്റ്റ് ഫംഗ്ഷൻ uk-1 into derivative of v1 is v2 plus second function into derivative of uk-1 is uk plus അടുത്ത ടേമിൽ ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോവാം. പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി കെ ഈസ് vk+1 പ്ലസ് vk ഇൻറ്റു u1 which is equal to ഇങ്ങനെ ബ്രാക്കറ്റ് ഒന്ന് മാറ്റുകയാണ്. uk ഇൻറ്റു v1 പ്ലസ് v ഇൻറ്റു uk+1 പ്ലസ് kc1 ഞാൻ അകത്തേക്ക് കൊടുക്കുന്നു. therefore kc1 uk-1 ഇൻറ്റു v2 പ്ലസ് kc2 v1 uk പ്ലസ് എക്സെട്ര പ്ലസ് u ഇൻറ്റു vk+1 പ്ലസ് vk ഇൻറ്റു u1 which is equal to. അപ്പോൾ ഇത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ ഇപ്പോൾ കൊണ്ട് നിർത്തിയേക്കുന്ന സ്റ്റെപ്പിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പം നമ്മൾ കൊണ്ട് നിർത്തിയ സ്റ്റേറ്റ്മെൻറ്റും പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അതായി ഒന്ന് കൺഫേം ചെയ്യാം. ഇവിടെ നോക്കിയും നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? uk+1 ഇൻറ്റു വി. ഈ നമ്മളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അങ്ങനെ ഒരു ടേം ഉണ്ടല്ലേ, uk+1 ഇൻറ്റു വി. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ടേമിനെ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. therefore uk+1 ഇൻറ്റു വി എഴുതി. ഇനി അടുത്ത എന്താ ഉള്ളത്? uk+1 മൈനസ് 1. k+1 മൈനസ് 1 മീൻസ് uk എന്നാണ് എഴുതാല്ലേ. +1 -1 ക്യാൻസൽ ചെയ്തിട്ട് uk വരും. അപ്പോൾ uk ഇൻറ്റു v1 അങ്ങനെ ടേംസ് ഇവിടെ ഉണ്ടോ? uk ഇൻറ്റു v1 ഒരു ടേം ഇവിടെ ഉണ്ട്, uk ഇൻറ്റു v1 അടുത്ത ടേം ഇവിടെ ഉണ്ട് അല്ലേ. kc1 uk ഇൻറ്റു v1 രണ്ട് ടേംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ രണ്ട് ടേംസിൽ നിന്നും uk ഇൻറ്റു v1 ഞാൻ കോമൺ എടുക്കുന്നു. ബാക്കി എന്തുണ്ട്? 1 ഈ ടേമിനകത്ത് ബാക്കി 1 ഉണ്ട് പ്ലസ് kc1 ഇൻറ്റു കോമൺ ആയിട്ട് എന്തായിരുന്നത്? uk ഇൻറ്റു v1 പ്ലസ്
എക്സെട്ര. ബാക്കിയുള്ള ടേംസിന് അവിടെ പ്രസക്തിയില്ല, അത് നമുക്ക് അടുത്തതിനകത്ത് കൊണ്ടുവരാൻ വേണമല്ലോ. അപ്പോൾ അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, 2 ടേംസ് നമ്മൾ എഴുതി. പ്ലസ് എക്സെട്ര പ്ലസ് ഇനി എന്താ ഉള്ളത് നോക്കുക, യു ഇൻറ്റു വി കെ പ്ലസ്. ബാക്കി ടേംസിന് ഇടയ്ക്കുള്ള ടേംസ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ടേംസ് നമുക്ക് കിട്ടും. സോ ഇപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് 2 or 3 ടേംസിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ടേമിനെ കൂടെ കൺസിഡർ ചെയ്യുന്നു. യു ഇൻറ്റു വി കെ പ്ലസ് അങ്ങനെ ടേമുകളുണ്ടല്ലോ, യു ഇൻറ്റു വി കെ പ്ലസ് 1. ഈ ടേം എവിടെ വരും, അകത്തേക്ക് കയറി റീഅറേഞ്ച്മെൻറ്റ് നടത്തുമ്പോഴത്തേക്ക് അകത്തേക്ക് കയറി വരും. വിച്ച് ഈസ് ഈക്വൽ ടു യു കെ പ്ലസ് 1 ഇൻറ്റു വി പ്ലസ് 1 plus kc1. 1 plus kc1 can be written as k plus 1 c1. അത് നമ്മളുടെ കോമ്പിനേഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. 1 plus kc1 1 plus nc1 നമുക്ക് എങ്ങനെ എഴുതാം, n plus 1 c1 എന്ന് എഴുതാം. Therefore it is k plus 1 c1 uk into v1 plus etc plus u into vk plus 1. നമുക്ക് എന്ത് കിട്ടി, യു ഇൻറ്റു വി കെ പ്ലസ് 1നെ ഇപ്രകാരം ഇതാണ് അക്കോർഡിംഗ് ടു ലെബൻസ് തിയറം അനുസരിച്ച് അതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ യു ഇൻറ്റു വി ഓഫ് കെ നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് നമുക്ക് എന്ത് തന്നെ കിട്ടി, നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട അതേ ടേമിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടി. Therefore we can say that the theorem, Leibniz theorem is true for n is equal to k plus 1. Therefore the theorem is true for n equal to k plus 1. n equal to k plus 1 തിയറം ട്രൂ ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് n ഈസ് ഈക്വൽ ടു 1 തിയറം ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു, n ഈസ് ഈക്വൽ ടു 2 തിയറം ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു, n ഈസ് ഈക്വൽ ടു k തിയറം ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ആൻഡ് ഹെൻസ് വി ഹാഡ് പ്രൂവ്ഡ് ദാറ്റ് the theorem is true for n is equal to k plus 1. Therefore we can say that by principle of mathematical induction the theorem is true for Leibniz theorem is true for any natural number. ഏതൊരു നാച്ചുറൽ നമ്പർ എന്നിനെ സംബന്ധിച്ച് ഈ പൊസിഷനിൽ എന്ത് ഡെറിവേറ്റീവാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏതൊരു നാച്ചുറൽ നമ്പർ അതിൻ്റെ പൊസിഷനിൽ കൊടുത്തു കഴിഞ്ഞാലും ഈ തിയറം എന്ത് ചെയ്യും, അത് ട്രൂ ആയിട്ട് നമുക്ക് റിസൾട്ട് തരും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. Therefore as a conclusion we can say that by principle of mathematical induction the theorem is true for all natural numbers. ഏതൊരു നാച്ചുറൽ നമ്പർ എന്നെടുത്തു കഴിഞ്ഞാലും ദിസ് തിയറം ട്രൂ ആണെന്ന് നമുക്ക് പറയാം. സോ ഇതാണ് എന്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്, ലെബൻസ് തിയറത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു എസ്സേ പാർട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലെബൻസ് തിയറം. ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ അടുത്ത സെഷനകത്ത് ഞാൻ ഡീൽ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ലെബൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും ആയിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും 3 വട്ടം എഴുതി പഠിച്ച് എനിക്ക് ലെക്ചർ നോട്ട്സായിട്ട് എഴുതി ഹോം അസൈൻമെൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.